പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറെ സന്തോഷത്തോടെ ഒരു പ്രധാന വാർത്ത പ്രേക്ഷകരെ അറിയിക്കുന്നു. ഗസയിൽ 2 വർഷത്തെ യുദ്ധത്തിനൊടുവിൽ സമാധാനം. മധ്യസ്ഥ ചർച്ചകളിലെ ആദ്യഘട്ടം ഹമാസും ഇസ്രയേലും അംഗീകരിച്ചു. മുഴുവൻ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇസ്രയേൽ സൈന്യം നിയന്ത്രണ രേഖയിലേക്ക് പിന്മാറും. കരാർ അംഗീകരിക്കാൻ ഉടൻ മന്ത്രിസഭ വിളിച്ചു ചേർക്കുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി ശ്യാമ സദാനന്ദൻ ചേരുന്നു ഡെസ്കിൽ നിന്നും തത്സമയം. ശ്യാമ, വെരി ഗുഡ് മോർണിംഗ് ശ്യാമ. അങ്ങനെ ഏറെ നാളായി കാത്തിരുന്ന ആ സന്തോഷ വാർത്ത നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഗാസയിൽ ഇനി സമാധാനം പുലരും. ഇപ്പോൾ സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മധ്യസ്ഥ ചർച്ചകളിലെ ആദ്യഘട്ടം അവസാനിച്ചു. പൂർണ്ണമായും വിജയം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹമാസും ഇസ്രയേലും ഈ കരാറിനെ അംഗീകരിക്കാൻ തയ്യാറായി എന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുന്നു. എന്താണ് ശ്യാമ സദാനന്ദൻ കൂടുതൽ വിവരങ്ങൾ? അങ്ങനെ സമാധാനം ഗാസയിൽ പുലരാൻ പോവുകയാണ് അല്ലേ ശ്യാമ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. തീർച്ചയായും ഇന്നത്തെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു വാർത്തയാണ്. ഗാസയിൽ സമാധാന കരാറിൻ്റെ ആദ്യഘട്ടത്തിന് ഇസ്രയേലും ഹമാസും അംഗീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത ലോകത്തിന് തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം ട്രൂത്ത് സോഷ്യലിലൂടെ ലോകത്തെ അറിയിച്ചത്. ഈ സമാധാന കരാർ ട്രംപ് സ്ഥിരീകരിച്ചിരിക്കുന്നു, ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു, ഹമാസും സ്ഥിരീകരിക്കുന്നു. ട്രംപിൻ്റെ പേര് എടുത്തു പറഞ്ഞാണ് ഹമാസ് അടക്കം ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. ട്രംപിൻ്റെ ഇടപെടൽ നിർണായകമായിരുന്നു, അമേരിക്കയുടെ ഇടപെടൽ നിർണായകമായിരുന്നു എന്നാണ് ഹമാസ് അടക്കം അറിയിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞത് ഇസ്രായേലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത്. അതായത് എല്ലാവരും പ്രതീക്ഷയോടെ കൂടെ നോക്കുന്ന ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും നാളെ ഇസ്രായേൽ ക്യാബിനറ്റ് ഈ സമാധാന കരാർ അംഗീകരിക്കുകയാണെങ്കിൽ അതിനകത്തൊരു വോട്ടെടുപ്പ് നടക്കാനുണ്ട്. ഉടൻ തന്നെ ബന്ദിമോചനം സാധ്യമാകും. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ ബന്ദിമോചനം സാധ്യമാകും. ഇസ്രായേൽ സൈന്യം നിശ്ചയിച്ച പ്രകാരം ഒരു പോയിന്റിലേക്ക് പിന്മാറും. അതിന് പിന്നാലെ ഹമാസ് ഈ ബന്ദികളെ മോചിപ്പിച്ചു തുടങ്ങും. അതിന് പിന്നാലെ തന്നെ ഇസ്രായേലും അവരുടെ തടവിലുള്ള പലസ്തീൻ തടവുകാരെ 2000-ഓളം പലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയക്കും. ആ തരത്തിലൊരു സമാധാനത്തിലേക്കാണ് ഗാസ നീങ്ങുന്നത്. അരുൺ, താങ്ക് യു ശ്യാമ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എത്ര നാളായി നാം കുതിച്ചിരുന്ന ആ വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇസ്രയേൽ ഒരു പോയിന്റിലേക്ക് പിന്മാറുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: സമാധാനത്തിനുള്ള നൊബേൽ പ്രഖ്യാപനം ഇന്നാണ്. അത് ഈ ട്രംപിനെങ്ങാനും കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ട്രംപ് പറയുന്നത് 7ഓളം വലിയ അന്താരാഷ്ട്ര സംഘർഷങ്ങൾ അവസാനിപ്പിച്ചതിന് മുൻകൈയെടുത്തത് ഞാനാണെന്നാണ്. ശരിയാണ്, ഗാസയിൽ ഒരു ഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടൽ അത് ആദ്യഘട്ടത്തിൽ എതിരായിരുന്നുവെങ്കിൽ അവസാന ഘട്ടത്തിൽ ഗസയിൽ സമാധാനം പുലരുന്നതിന് സഹായകമായിരുന്നു. ശ്യാമ, ഇനി സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ട്രംപിനെങ്ങാനും കൊടുക്കാൻ സാധ്യതയുണ്ടോ? ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം ഇന്നാണ് സമാധാനത്തിന് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ഗാസ സമാധാന ചർച്ചയിൽ അമേരിക്കയുടെ ഇടപെടൽ വളരെ നിർണായകമാണ്. കാരണം ഈ ഒരു സമാധാന ചർച്ചയുടെ എല്ലാ ഘട്ടത്തിലും ട്രംപിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിലടക്കം പങ്കുവയ്ക്കുന്നത്. ഇസ്രായേലും ഒക്കെ പങ്കുവയ്ക്കുന്നത് ആ തരത്തിലാണ്. താൻ നോബൽ പ്രൈസിന് അർഹനാണ് എന്ന് ട്രംപ് തന്നെ പല വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് ലഭിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത മറ്റാർക്കെങ്കിലും ആയിരിക്കും ഈ സമാധാന നോബൽ നൽകുക എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. ഇതുവരെ ലോകത്തെ 7 യുദ്ധങ്ങൾ, വർഷങ്ങളോളം നീണ്ടുനിന്ന 7 യുദ്ധങ്ങൾ. ഞാൻ വലിയ അടിക്കാരനാണ് എന്ന് പറയുന്നത് പോലെയാണ് അല്ലേ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഞാൻ ലോകത്തെ മുഴുവൻ സമാധാന ശ്രമങ്ങൾക്ക് മുൻപന്തിയിൽ നിന്ന ആളാണ്. സമാധാനത്തിന് നോബലിന് ഞാനല്ലാതെ മറ്റാരർഹൻ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിന് താൽക്കാലികമായ ഒരു അയവ് വരാൻ പോകുന്നു. ഗസയിൽ സമാധാന കരാർ വെടിനിർത്തൽ ധാരണയായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്തോഷകരമായ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വാർത്താ പ്രഭാതത്തിൽ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്.